ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ടി വിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എങ്കിൽ അറിയാം. കാരണം ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിച്ച് കുറച്ച് വാർത്തകൾ കാണുകയുണ്ടായി. ആ വാർത്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമേ ഒരു വയോധിക ആത്മഹത്യ ചെയ്തു. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് അടുത്ത് തന്നെ ഒരു ഭാര്യ ആത്മഹത്യ ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു 9ാം ക്ലാസ്സിലെ കുട്ടി ക്ലാസ് മാറിയിരിക്കാൻ പറഞ്ഞതിൻ്റെ പ്രതി ആത്മഹത്യ ചെയ്തു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു 5ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ അടുത്തടുത്ത ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം ആത്മഹത്യ ചെയ്തവരുടെ ഏജ് ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് വളരെ കൃത്യമായിട്ട് ആ വാർത്തയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ആത്മഹത്യ കൂടുതലായിട്ട് കുട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ മുതിർന്നവരുടെ ഇടയിലും നടന്നുകൊണ്ടിരിക്കുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, യൂദാസ് അല്ലേ? യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം അതും 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തൻ്റെ ഗുരുവായിരുന്ന തന്നെ 3 വർഷം കൂടെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയെ ഒറ്റിക്കൊടുത്തതിനെ പ്രതി മനംനൊന്ത് പോയി ആത്മഹത്യ ചെയ്തു. തൻ്റെ ജീവൻ വെടിയുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു തീരുമാനമെടുക്കുവാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചു. അതിനപ്പുറത്തെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ ആ വ്യക്തിക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. അതേസമയത്ത് തന്നെ ബൈബിളിലെ മറ്റൊരു കഥാപാത്രമാണ് വിശുദ്ധ പത്രോസ്ലീഹ. അദ്ദേഹവും യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ്. ഒരു തവണയല്ല, 3 തവണ തള്ളിപ്പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരിൽ ഏറെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്, എപ്പോഴും ഒരു പ്രധാന സ്ഥാനം കൊടുത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് കൂടി യേശുവിനെ എനിക്ക് അറിയുക കൂടിയില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ യേശു പിന്നീട് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം പത്രോസ്ലീഹായെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ, മറ്റുള്ളവരെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ, ആ ഒരു ചോദ്യം 3 തവണ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുവാൻ സാധിച്ചു. മാത്രമല്ല ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റുവാൻ സാധിച്ചതുകൊണ്ട് സഭയുടെ പ്രഥമ മാർപ്പാപ്പയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയില്ലായി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മുമ്പിൽ ജീവൻ വെടിയുന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ഇന്ന് പലരും അത് കണ്ടെത്താൻ സമയം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് എന്ന് പറയുന്നത്. ഈ ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഒരു പക്ഷേ അവരൊന്നും മാറി ചിന്തിച്ചിരുന്നെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തു തന്നെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ കുടുംബ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ ഒരു വേദനയുടെ പുറത്തെടുത്ത തീരുമാനമായിരിക്കാം. എന്തിനാ 9ാം ക്ലാസ്സിലെ കുട്ടീനോടൊന്ന് മറ്റു ക്ലാസ്സിലേക്ക് മാറിയിരിക്കാൻ പറഞ്ഞതാണ്. അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് കുട്ടികളുടെ മനസ്സ് പോലും മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് മാതാപിതാക്കൾക്ക് പേടിയാണ്. എൻ്റെ കുട്ടിയെ ഒന്ന് ശകാരിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത നിമിഷം എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയില്ല. ഒരു 5 മിനിറ്റ് റൂം തുറക്കാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കടന്നു പോകുന്ന വേദന എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു വേദനയല്ല. കാരണം അവരെന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് അവരെ നയിക്കുക. കാരണം പേടിച്ചരണ്ടിരിക്കുകയാണ് ഇന്ന് മാതാപിതാക്കൾ. തൻ്റെ കുട്ടിയെ ഒന്ന് അടിക്കാൻ പോലും ഭയപ്പെടുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. എന്തിനാണ് അവർ അത്രമാത്രം ഭയത്തോടെ ഇന്ന് ഈ യുവതലമുറയെ നോക്കിക്കാണുന്നത്? കാരണം നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. ഒരു ഉചിതമായ തീരുമാനമെടുക്കുവാൻ അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വേദനിച്ച് ഉടനെ തന്നെ എൻ്റെ ജീവൻ അവസാനിപ്പിക്കുക, അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് വൈദികരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, മാതാപിതാക്കളുണ്ട്, ആത്മായ പ്രേക്ഷിതരുണ്ട്. അവരുടെ എല്ലാം സഹായം ഈ മേഖലയിൽ ഒത്തിരിയേറെ ആവശ്യമായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ. മക്കളെ, ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒരു തീരുമാനമെടുക്കുവാൻ എനിക്ക് സാധിക്കും. ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു രീതിയിൽ മാത്രമല്ല നോക്കിക്കാണേണ്ടത്, മറ്റ് പല രീതിയിലും അതിനെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് ഇന്നത്തെ തലമുറ വളർന്നു വരികയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ ആദ്യം മനസ്സിലാക്കുക, അവരായിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിന് നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക. ഈ ഒരു സൊല്യൂഷനിലൂടെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് ഉചിതമായ മറ്റൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അവരെ തള്ളിക്കളയുകയല്ല, ചേർത്ത് പിടിക്കുക. അവർക്ക് ആവശ്യമായതെല്ലാം പറഞ്ഞു കൊടുക്കുക, അവരോട് ഒരു ഉറപ്പ് കൊടുക്കുക. നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ കൂടെ നിർത്തുവാൻ ഞാനുണ്ട് എന്ന ബോധ്യം അവർക്ക് നൽകുമ്പോൾ തീർച്ചയായും പ്രിയമുള്ളവരെ നമുക്ക് അവരെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. മാത്രമല്ല നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് യേശുവിനെ പോലെ കൂടെ നിർത്തുന്നവരായിട്ട് മാറുക, യേശുവിനെ പോലെ അവരുടെ മനസ്സിലാക്കുന്നവരായിട്ട് മാറുക. കാരണം യേശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. അവരോട് അലിവ് തോന്നുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു. അതുതന്നെയാകട്ടെ നമ്മുടെ ഈ മോട്ടോ. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാം, അവരുടെ മനസ്സറിയാം, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.